ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ അടൂർ ഗ്രാമത്തിലെ അടൂർ സ്കൂളിൽ 1981-82 കാലഘട്ടങ്ങളിൽ 10C ഡിവിഷനിൽ പഠിച്ച വിദ്യാർത്ഥിനികളുടെ സംഗമം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം 15/8/2025 വെള്ളിയാഴ്ച രാവിലെ 10-ന് നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സഹപാഠികളുടെ സന്തോഷവാർത്ത ഒരു ഒത്തുചേരൽ. അധ്യാപകനായിരുന്ന വിശ്വനാഥൻ സാറിനെ യോഗത്തിൻ്റെ അധ്യക്ഷനും ഉദ്ഘാടകനായും തിരഞ്ഞെടുത്ത പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രത്യേകം ജനശ്രദ്ധയാകർഷിച്ചു. ചിത്രചാരുകാട്ടിയും അന്തചാരുകടാക്ഷമായ അർക്കദർശിയും ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങുമീശൻ പാടുമെന്ന്. പ്രിയപ്പെട്ട 82 ബാച്ച് അംഗങ്ങളെ, ഈ ചടങ്ങിന് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു വൺമാൻ ഷോ പോലെ ജവാഹർ സാഹിത്യത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ അധ്യക്ഷൻ, ഞാൻ തന്നെ ഇവയെല്ലാം ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ ഏതായാലും കഥാവാസി കോളേജിൽ വളരുമ്പോൾ ഈ അടുത്തത് പൗരപ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അമ്പത്തിൽ ആരെങ്കിലും ആദ്യമായ അധ്യക്ഷനും ഉദ്ഘാടകനും ആയ നമ്മുടെ ബഹുമാന്യനായ വിശ്വനാഥ് സാറിന് ആദ്യം ഞാൻ 82-81 ഗ്രൂപ്പിൻ്റെ പേരിൽ
81-82 ഗ്രൂപ്പിൻ്റെ പേരിൽ ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഈ വന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തി ഒരുപാട് ദൂരെ നിന്ന് വന്നവരൊക്കെ ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇത് തുടങ്ങിയ സമയത്ത് ഇത്രയും ഒരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. ഒരു ക്ലാസ് നിറഞ്ഞു. പിന്നെ സാറിനെ തന്നെ നമുക്കതിന് നേതൃത്വം വഹിക്കാൻ കിട്ടിയത് തന്നെ നമുക്കൊരു മഹാഭാഗ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വിശ്വാസ് സാർ എന്നോട് ചോദിച്ച് ആരാണ് ചീഫ് ഗസ്റ്റ്? സാറിനേക്കാൾ വലിയൊരു ചീഫ് ഗസ്റ്റ് ഞങ്ങൾക്കില്ല സാർ. കിട്ടിയതിനൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അമ്പി സാറിന് പലവട്ടം നമ്മൾ വിളിക്കാൻ ശ്രമിച്ചു. സാറ് ഇന്നലെയും വരെ ട്രൈ ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്ന ഭാര്യ ഭർത്താക്കന്മാർ അവർ രണ്ടുപേർക്കും അങ്ങനെ വന്നവർക്കും ഇതിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. നമ്മളെ സുജാത നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. ഇന്ന് വളരെ ശോചനീയ അവസ്ഥയിലാണ്, സുഖത്തിൻ്റെ പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇതിനു മുമ്പ് തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷയാണ്. മെനയാൻ തന്നെ പെട്ടെന്നൊരു ഛർദിലും അതിനെ തുടർന്ന് പനിയുമൊക്കെ ഉണ്ടായി. കൂടാതെ ഇന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ കാര്യങ്ങൾ നടത്തി നന്നൊരു കുട്ടി ഗിരിജ ബാത്റൂമിൽ വീഴുന്നു. എന്തൊക്കെ ക്ഷതങ്ങളുണ്ട്. ആ വിവരം അറിഞ്ഞതിൽ വളരെ വേദനയുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ വേണ്ടി. അപ്പം ഒറ്റ വാക്കിൽ എന്നെ ഒരുപാട് പേർക്ക് പരിചയപ്പെടുത്താനും എല്ലാം ഉണ്ട്. ഒറ്റ വാക്കിൽ തന്നെ ഞാൻ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റുള്ള പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. സംസാരിക്കുമ്പോൾ അധ്യക്ഷൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അധ്യക്ഷനോട് പറഞ്ഞു. ഏതായാലും 82 ബാച്ചുകാർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാനും 82 82 ബാച്ചിൽ പോകണം. എനിക്ക് 82 ആവത്തില്ല. തീർച്ചയായും ഇതിലെ പലരും അമ്മൂമ്മയും അതുപോലെ പ്രായത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ 82 വയസ്സിൽ നിശ്ചയിക്കുന്നു. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ നിങ്ങളെ ആദ്യമായിട്ട് ഒരുമിച്ച് കാണാനുള്ള അവസരം സൃഷ്ടിച്ചതിന് അങ്ങേറ്റം മിസ്റ്റർ ജവാദിനോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പലരെയും ഇതിനിടയ്ക്ക് അങ്ങോട്ടും പോകുന്ന കൂട്ടത്തിൽ ചില മുഖങ്ങളൊക്കെ കാണാറുണ്ട്. ആഗ്രഹമുണ്ട്. ചിലരെ നമ്മൾ വർഷങ്ങളായിട്ട് കാണാത്തതുകൊണ്ട് ഓർമ്മയും വരുന്നില്ല. അപ്പം അതിനുവേണ്ടി ഞാൻ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ കാലയളവാണ് എന്ന് വെച്ചാൽ എൻ്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും ഞാൻ എൻ്റെതായ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ അതുപോലെ തന്നെ ഈ സന്ദർഭത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള അവസരം ഞാൻ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു. ഓരോരുത്തരും അവർ എഴുന്നേറ്റ് വന്നതിന് കുഴപ്പമില്ല. ഉണ്ടായിരിക്കുന്നത് അവരെ സ്വയം പരിചയപ്പെടുത്തുക. ഞാനാണ് എൻ്റെ ഭർത്താവ് കാര്യം ചെയ്യുന്നു എന്ന് മാത്രം പരിചയപ്പെടുത്തുക. അത്രയേ ഉള്ളൂ. നമ്മൾ സ്വയം പരിചയപ്പെടുത്തുക. അതിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. കാരണം മുമ്പ് 91 ബാച്ചിലെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന കൂട്ടത്തിൽ ഞാൻ ഇതുപോലെ എൻ്റെ ഒരു ആവശ്യം പറഞ്ഞു. എല്ലാവർക്കും അപ്പൊ അതിന് ഓരോരുത്തരും ഞാൻ മൈക്കിനടുത്ത് നിന്ന് സംസാരിക്കണം. ചിലർക്ക് മൈക്കിലെടുത്ത് വരാൻ ചിലർ ചെയ്യാൻ പറഞ്ഞാൽ മൈക്കിൽ വരാൻ സംസാരിക്കാൻ പറഞ്ഞാൽ അതിനുള്ള ധൈര്യമുള്ളവരാണ്. അത് കഴിഞ്ഞു ടെൻഷനുണ്ടോ
എഴുന്നേറ്റ് വന്ന് കുറച്ച് ബുദ്ധിമുട്ടായി വന്ന് ഞാൻ കരിയപ്പെടുത്തി. കുറെ പേരെ എനിക്ക് ഫുട്ബോളും കരിയോടുള്ള കൂടെയാണ്. എല്ലാവരും കരിയിലത് ഞാൻ ആദ്യം പറഞ്ഞില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ 10-43 വർഷമായി കണ്ടിട്ട് അതുകൊണ്ട് ആ ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ നോക്കിയ കൂട്ടത്തില് 2-3 വനിതകൾ അവര് ഒരു വിധത്തിലില്ല. ശരി, എനിക്കങ്ങനെ അറിയുമോ? പക്ഷെ അവർക്ക് എന്നെ അറിഞ്ഞൂടാന്ന് എനിക്കറിയില്ല. അവർ ഒരു വിധത്തിൽ എഴുതല്ല. അപ്പോൾ അവിടെ കൂടെ പഠിച്ച ആൾക്കാരായിട്ട് ജീവിതത്തിന്റെ പേര് പറയാൻ അവർ ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൊന്നു കളഞ്ഞാൽ അവരെഴുതാൻ ഞാൻ വിചാരിച്ച് എന്നോടുള്ള ദേഷ്യവും എപ്പോ എന്തൊക്കെ ആയിരിക്കും. എന്നെ കണ്ടിട്ടുള്ള വിഷമൂട്ടോ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏതായാലും ചടങ്ങുകളൊക്കെ അവസാനിച്ചു. ആഹാരം കഴിച്ചതിന് ശേഷം ഇവർ അബദ്ധത്തിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തേക്ക് എന്നെ അറിയാമോ ചോദിച്ചു. ഞാൻ ഇങ്ങനെ ചോദിച്ചു. അത് സാറിന്റെ ക്ലാസ്സിലല്ലേ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതാണ് പിന്നെ കഴിയപ്പെടണമെന്നില്ലാത്തത്. അപ്പോൾ സാറിനെ പുറത്ത് നോക്കി എന്നിട്ട് സംസാരിക്കണം. പേടി ഞാൻ പേടിപ്പിക്കാൻ ഞാൻ അങ്ങേറപ്പില്ല. മനസ്സിലായില്ല? അങ്ങനെ ആ ഒരു രീതിയിൽ ചിലർക്കെങ്കിലും ആ സ്റ്റേജ് ഫൈറ്റ് എന്നിട്ട് എഴുന്നേറ്റ് 2 വാക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രത്യേക ആദ്യമുണ്ട്. അല്ലാതെ അവർ നമ്മൾ അതേസമയം മാറി നിർദ്ദേശിച്ചാൽ സംസാരിക്കും. പക്ഷെ ഇവിടെ സംസാരിക്കാനുള്ള ഒരു വിഷമം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു കോംപ്ലക്സോ ഒരു ധൈര്യമോ അവരൊന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഞാൻ വിചാരിക്കാം. എങ്ങനെയാണ് കാര്യത്തിനോട് എടുക്കുക. ഈ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന ഈ അണ്ണൂർ സ്കൂളിൽ ആദ്യമായിട്ടുണ്ടായത് 10 വർഷം മുമ്പ്. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഡിസംബർ 28-ന് ഇത് 10 വർഷമാണ്. അത് 93 ബാച്ചാണ്. ഞാൻ അവരെ നോക്കി പറയുന്നില്ല. ചിലപ്പോൾ പറഞ്ഞു കാര്യം അവര് എപ്പോഴും എന്റെ മുമ്പിൽ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും തെറ്റിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ 83 ഞാൻ പറഞ്ഞില്ല 93 ബാച്ചിന്റെ അതിനൊരു കാരണം പറയുന്നത് അതിൽപ്പെട്ട ഒരു വ്യക്തി ട്രെയിൻ ആക്സിഡന്റിൽ മരിച്ചു. ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ആളാരാണെന്ന് അറിയാമായിരിക്കും. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എന്നെ കാരണം ആ അനുശോചന യോഗം എന്നെ അപേക്ഷിച്ചു. അപ്പൊ ആ അനുശോചന സന്ദേശത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഘടനത്തോട് മാത്രമേ നമുക്ക് അതിന് ആ പരിപാടി പങ്കെടുക്കാൻ അങ്ങനെയുള്ളത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജോലിയൊക്കെ ഉണ്ടായാലും നഷ്ടപ്പെട്ടു. പിന്നെ ഫാമിലി അനാഥമായതിന്റെ പേരിലുള്ള പലവിധമായ പ്രശ്നങ്ങളൊക്കെ അതിന് ആ എല്ലാവരും കൂടെ കൂടി ചേർന്ന് അതിന് അന്ന് ഈ സംഘടനയിൽ പോകുന്നു. അവരുടെ സംഘടനയുടെ പേരാണ് ക്ലാസ്മേറ്റ് 93. ക്ലാസ്മേറ്റ് 93 നടന്നു. അപ്പൊ അതില് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാണ്. അതിലെ അന്നത്തെ പ്രസിഡന്റ് ആയിട്ട് എടുത്തത് ബിജു ടി എ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും, പലർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പൊ അതിനുശേഷം ഇതിപ്പോ ആദ്യമായിട്ട് അങ്ങനെ കൂടിയത് അനുശോചനത്തിന് വേണ്ടി മാത്രമാണ് കൂടിയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം കൂടി അതായത് ആ അനുശോചന സന്ദേശത്തിന് അധ്യക്ഷത വഹിച്ചെന്ന കാരണത്താണ് പലതും എന്റെ തലയിലായി വെച്ചാൽ അവര് എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ രക്ഷാധികാരി ആക്കി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ രക്ഷാധികാരിയാക്കി. അന്ന് മുതൽ ഇങ്ങോട്ട് വർഷം തോറും അവരിങ്ങനെ സംഘടന ആചരിക്കുകയും പല കാര്യങ്ങൾ ചെയ്യും. ഒരു ഉദാഹരണമായിട്ട് സ്കൂളിലെ കുട്ടികളെ നമ്മൾ പെട്ടെന്ന് നമ്മൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കും അവിടെ നിന്ന് വിരമിക്കുന്നതാണ് നമുക്ക് ഓർമ്മ വരിക. അതല്ലേ നമ്മൾ 82 ബാച്ചെന്നും 93 85 എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതില് അങ്ങനെ ഈ സംഘടിപ്പിച്ച കൂട്ടത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് അത് വന്നുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രസിഡന്റ് സെക്രട്ടറി ഇങ്ങനെ 2-3 വർഷം കൂടെ ഇങ്ങനെ മാറി വരും.
അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ ആൾക്കാർ വരും. എങ്കിലും ഇതിൻ്റെ ചരട് വലിച്ചുകൊണ്ടുള്ളത് വിളിക്കുകയാണ്. കാരണം ഇത് ഓർഗനൈസ് ചെയ്യാൻ പ്രത്യേക ഒരു കഴിവ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനെല്ലാം ഞാനുള്ള ഭാഗമാക്കാം. കാരണം അതുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സ്കൂളിൽ പഠിച്ച കാര്യമുണ്ട്. ഈ സ്കൂളിൻ്റെ സൽപ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും സംഭാവന ചെയ്യും. ഇന്നിപ്പോൾ അതൊന്നുമല്ല, ഇന്നെല്ലാം ഹൈടെക്. ഏത് പറഞ്ഞാലും നമുക്ക് ഹൈടെക് സ്കൂളാണ്. നമ്മളെല്ലാം ഷെഡിൽ നിന്ന് പഠിപ്പിച്ച കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. നല്ല രീതിയിൽ മാർക്കുമായി പോയവരുണ്ട്. ഇന്നിപ്പോൾ ഹൈടെക് ആയപ്പോഴത്തേക്ക് പിള്ളേർക്കാർക്ക് പഠിക്കാൻ പറ്റും. അതാണ് എൻ്റെ അവസ്ഥ. സൗകര്യം കൂടിയപ്പോൾ കുട്ടികൾക്കാർക്കും പഠിക്കും. സൗകര്യം കുറഞ്ഞ പല നിങ്ങളെല്ലാവരും പഠിച്ച സ്കൂളറിയാം. ഈ 2 ചെറിയ കെട്ടിടങ്ങൾക്ക് മധ്യത്തായിട്ട് പോലെ കെട്ടിടം ഉണ്ടായിരുന്നു. അന്നും ഡിസ്റ്റിങ്ഷനൊക്കെ വായിച്ച് നല്ല പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വേറെ കൂട്ടത്തിൽ ഞാൻ അതിൽ എന്തെങ്കിലും ചിലപ്പോൾ ഫർണിച്ചർ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കുട്ടികൾക്ക് എന്തെങ്കിലും ബാഗോ ബുക്കോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്ക് എന്തെങ്കിലും അസുഖം ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മനസ്സിലാതിരിക്കുന്ന കുട്ടിയുടെ പേര് സുനീത, ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഞാൻ ഉൾപ്പെടെ എൻ്റെ സംഭാവന ഉൾപ്പെടെ ഞങ്ങൾ പോയി പോയി കാർപ്പൻ്ററാണ്, സാമ്പത്തികമായിട്ട് സഹായിക്കുക. അതുപോലെ തന്നെ കാർപ്പൻ്റർ ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫർണിച്ചർ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ഞാൻ തന്നെ ഒരു കട്ടില്, അതുപോലെ തന്നെ ഒരു കസേര, ഒരു മേശ, ഇങ്ങനെ വളരെ ആവശ്യം ഞാൻ പറഞ്ഞില്ല, ആവശ്യം ഉണ്ടായിട്ട് തന്നെയാണ് പുള്ളി കേൾപ്പിക്കുക. അതിൽ തന്നെ കിട്ടുന്ന വരുമാനമുണ്ട്. ഇപ്പോൾ എത്രയോ കീബോ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ ആ ഗൾഫിലുള്ള ഒരു വ്യക്തി എന്നോട് വിളിച്ച് പറഞ്ഞത്, സാറേ അത് ചെറിയൊരു സഹായം ചെയ്യാം. കാരണം അവരെ സഹായിക്കാൻ നമ്മൾ സാമ്പത്തികമായിട്ട് പല സഹായങ്ങളും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഈ ഫർണിച്ചർ എന്തെങ്കിലും ഒക്കെ ഒരു ദിവാൻ കോട്ട് വാങ്ങിക്കുക, തിരക്കാണ് പറ്റുന്നു. അപ്പം അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഈ 93 ബാച്ച് മാത്രമല്ല, മറ്റ് പല ബാച്ചുകളിൽ പെട്ടവരും വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇത് വളരാനുള്ള കാരണം മനസ്സിലാക്കി ചെയ്യും. അങ്ങനെ വേറെ ബാച്ചുകളുടെ പേര് സൗഹൃദം ഉണ്ട്. ഒരിക്കൽ കൂടി ഒരു ബാച്ചുകളുടെ പേരാണ് ഞാൻ പറയുന്നത്, മെമ്മറീസ് അങ്ങനെയുണ്ട്. അപ്പോൾ 85, 87, 88 കൂടിയില്ല, 93 അങ്ങനെ 6-7 ബാച്ചുകൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൂടുകയും സ്കൂളിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം. ഇനി ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ട്, പക്ഷേ അവർ രംഗത്തില്ല എന്ന് പറഞ്ഞാൽ അവർ അവരുടേതായ ചില കാര്യങ്ങൾ അത് നോക്കി മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ഫ്രണ്ട്സ് തമ്മിൽ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ സഹായം ചെയ്യും. പക്ഷെ ഇതുപോലെ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഒരു തീരുമാനമൊക്കെയാണ് ചെയ്തില്ല എന്നുള്ള ഔദ്യോഗികമായിട്ട് ചെയ്തില്ല എന്നുള്ള അവരവരുടെ രീതി ചെയ്തു. അതാണ് ഞാൻ സംഘടന. പക്ഷെ ഇങ്ങനെ സംഘടന പോയാൽ പോരാ എന്നൊരു തീരുമാനം. കാരണം ഇപ്പം സംഘടനയ്ക്ക് പ്രസക്തി കൂടി വരുന്നതാണ് പറയുന്നത്. വിദ്യാർത്ഥി സംഘടനയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രസക്തി വളരെ കൂടുതലാണ്. അപ്പം അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രൂപം കൊണ്ടാണ് എല്ലാ ഗ്രൂപ്പുകളും കൂടെ ചേർത്ത് അതിൽ ഒരു വലിയൊരു യോഗം കൂടി നമ്മുടെ മുന്നിലെ സ്കൂളിൽ തന്നെ 3 ഘട്ടത്തിൽ അതിലുള്ള 2 റൂം ചേർന്നുള്ള ആൾക്ക് ഒരുമിച്ച് കൂടുകയും അവിടെ കൂടിയിട്ട് നല്ല ഓഡിയൻസ് ആയിരുന്നു. ഒരു പുതിയൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. എല്ലാത്തിനും 93 തൊട്ട് 85, 87 അങ്ങനെ 91 എല്ലാവരും ചേർന്നു. അങ്ങനെ ഉണ്ടായതാണ് സംസ്കൃതി ഗ്രൂപ്പ്. ആരെയും കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. സംസ്കൃതി ഗ്രൂപ്പ് അത് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ കൂടി പല കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കും വീണ്ടും ഭാരവാഹികൾ എടുത്തു വന്നപ്പോൾ ഞാൻ ഓരോ ഈ ഗുണവും ദോഷവും പറഞ്ഞതാണ്. കാരണം അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയും അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം അനുഭവിച്ച് കേട്ടുകൊണ്ട് മനസ്സിലാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടാണ്. അതിലല്പം രാഷ്ട്രീയമുണ്ട്. നമ്മൾ ഏത് പ്രവൃത്തിയും ചെയ്യുന്നതിനകത്ത് ഈ പൊളിറ്റിക്കൽ കളർ വന്നു പോയെങ്കിൽ പിന്നെ ഒരു ഉപയോഗമില്ല. അത് ഞാൻ ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ LDF, UDF അങ്ങനെ വന്നു തിരുവനന്തപുരയിൽ അതിൽ കുറേ പേര് മാത്രം ഉണ്ട്. അവരും ചെയ്യാവുന്ന ചെയ്യുന്നു, മറ്റുള്ളവർ ആ നീയനെ തലപ്പത്ത് നീ ആക്കിക്കുമെന്ന് പറയും.
മറ്റുള്ള കാര്യമില്ല. അപ്പം ചിലർക്ക് ഞാനാവണം അല്ലെ അങ്ങനെയൊക്കെയുള്ള മോഹങ്ങളൊക്കെ വന്നുപോയി. അങ്ങനെ അത് തൽക്കാലം വലിയ പ്രവർത്തനമൊന്നും ഇല്ലാതെ ഇപ്പോഴും പ്രസിഡന്റ് സെക്രട്ടറി അവരുടെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ വന്നിട്ട് എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും. അപ്പോൾ അതാണ് ഞാൻ ഇവിടുത്തെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സ്റ്റാറ്റസ് കോ അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ രീതിയിൽ ഞങ്ങളിങ്ങനെ ഒരു ബാച്ച് ഉണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. വെറും യോഗം കൊണ്ട് മാത്രം പോലെ. അപ്പോൾ മറ്റു കാര്യങ്ങളിലോട്ട് എനിക്ക് കിടക്കാൻ കടലിൽ 2 വേഷമുണ്ട്. ഇവിടെ പല വേഷങ്ങളും മിക്സ് ചെയ്താൽ ആർക്കെങ്കിലും ബോറിങ് പോകുന്നെങ്കിൽ നേരത്തെ പറഞ്ഞത് ഈ വേറെ പരിപാടി. കാരണം ഞാൻ പറഞ്ഞില്ലാതെ വേണ്ട. കാരണം അങ്ങനത്തെ പല പരിപാടികളുടെ കയ്യിൽ കോമഡിയൊന്നും ഇല്ല. ഇന്ന് ഇവിടെ സ്കൂളിൻ്റെ അവസ്ഥ, ഞാൻ സ്കൂളിലേക്ക് കയറിയപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള കാര്യം പറയാം. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരെയും ഇൻസൾട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള വാക്കുകളൊന്നേ നിങ്ങൾ ക്ഷമിച്ചോ. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ആരെയും പൊക്കാനോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാനോ അങ്ങനെയുള്ള ഒരു രീതിയും പറഞ്ഞില്ല. ഒരു മുൻ ചരിത്രം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഹൈസ്കൂൾ 3 ഘട്ടത്തിലോട്ട് പോകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഈ സ്കൂൾ സ്കൂളിൻ്റെ ഒരു നല്ല കാലഘട്ടം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അധ്യാപകരുടെ ഐക്യവും കുട്ടികളുടെ മറ്റു പ്രവണതയും. കാരണം കുട്ടികളുടെ ഡിസിപ്ലിൻ നോക്കുന്നതിന് അധ്യാപകർ കാണിച്ച ഐക്യം. കാരണം അതുകൊണ്ടാണ് അങ്ങനെ ആ രീതിയിൽ പോകാനുള്ള ഒരു കാരണം. ആവശ്യത്തിൽ അല്ലാത്ത രീതിയിൽ ദൂരെ നിന്നെല്ലാം സമരം കയറി പിള്ളേരൊക്കെ ഇങ്ങനെ വരും. ആഹ്വാനം ചെയ്തിട്ടുള്ള തോന്നുന്നില്ല. അങ്ങനെ ഇവരോട്ട് എന്നെ പോലെയാണ് ഇവരെ കുറ്റിയടിച്ചതൊക്കെ കളഞ്ഞു. ഇങ്ങനെ ഒറ്റയുടെ നാട്ടിൽ കയറി പോലെ ഇവിടെ പിള്ളേരാരും സമരം ചെയ്തില്ല. അവർ കാലഘട്ടം പറയുന്നുള്ളത് അപ്പോൾ ഇവിടെ സമരം ഉണ്ടായിട്ടില്ല. സമരം ഉണ്ടായിരുന്നത് അറിയാമോ? സ്കൂളിലെ സമരം നടന്നായിട്ട് ഈ ഇവിടെ നടന്ന അങ്ങനെ അഥവാ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ പൊതുവിലുള്ള ഒരു എന്തെങ്കിലും രീതിയിലായിരിക്കും. അതല്ലാത്ത രീതിയിൽ നടത്താൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങോട്ട് പോയി കുറച്ച് നേരം കൂടെ അങ്ങനെ പിടിച്ചു നിന്നു. പിന്നെ ആകുമ്പോഴത്തേക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെയൊന്നുമില്ല. ചിലപ്പോഴേക്കും പിള്ളേരെ തന്നെ ഇന്ന് പേപ്പർ ഇട്ടില്ല മനസ്സിലായില്ല. ഞാൻ ആരും വലിയ ആരെങ്കിലും എല്ലാം കുറ്റം പറയുന്നത് പേപ്പറിൽ സമരം ആഹ്വാനം ഉണ്ടല്ലോ. വളരെ കടമ്പരം ഉണ്ടായിരുന്ന കാര്യത്തിൽ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ സമരം ചെയ്യുമ്പോൾ എന്റെ വർഗത്തിനാണ് ഞാൻ തന്നെ കുറ്റം പറയുന്നത് കേട്ടോ. സമരം ചെയ്ത ആഹ്വാനം ഉണ്ടെന്ന് വീഴ്ച കൂടാറുണ്ട്. അതിനെ പറ്റി അത് സാധനം അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം മനസ്സിലായാലും. എങ്കിലും നമ്മുടെ പരമാവധി നമ്മുടെ രാഷ്ട്രീയം കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും ഒരു പരിധി വരെ കഴിച്ചു. അങ്ങനെ കഴിഞ്ഞു കൂട്ടുന്നതിൽ ഞാൻ ഏകദേശം 19 വർഷം ഈ സ്കൂളിലുണ്ടായിരുന്നു. 3 വർഷം കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ, 3.5 വർഷം നെക്കാട്ട് സ്കൂളിൽ തിരുവനന്തപുരം ജില്ലയിൽ. അവിടുത്തെ ഒരു 6-7 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞിട്ടാണ് 1977 ജൂൺ 10 എത്തുന്നത്. അതുപോലെ കഴിഞ്ഞ 19 വർഷം ഞാൻ ഈ സ്കൂളിലുണ്ടായിരുന്നു. അതുകൊണ്ടാവാം എനിക്ക് ഇതിൻ്റെ പലർക്കും അറിയാവുന്നതും പിന്നെ ഇച്ചിരി കൈനിട്ടും കൂടെ ഉണ്ടായിരുന്നു. എന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്ത് ഇത്തിരി പിള്ളേരെ കൂടെ പഠിപ്പിക്കുന്നത്. ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കുകയാലും ഞാൻ ഇവിടെ കുഴപ്പമില്ലാതെയും ചെയ്തിട്ടില്ല. അത് പിള്ളേർക്കെന്തായിരുന്നു കല്യാണത്തെ കാലത്ത് ചിലരെല്ലാം പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിപ്പിക്കില്ല അവിടെ താറപ്പോയി അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എന്നെ കുറിച്ച് പറയുന്നതല്ല. അങ്ങനെ രക്ഷിതാക്കൾക്ക് എൻ്റെ നല്ലോണം അറിയും. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഒക്കെ പിടിച്ചിട്ടിരിക്കുന്നത് മനസ്സിലായാലും. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നെ ഇങ്ങനെ കൂടെ ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ട് അവരുടെ മുഖത്ത് അവരുടെ സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഞാൻ ഇങ്ങനെ ചെറുപ്പമായി പഠിക്കുന്നു. നിങ്ങളിങ്ങനെ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി ചെറുപ്പം മനസ്സിലല്ലേ. കാരണം അതിന് അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാണ്. കാരണം ഞാൻ അനുഭവിക്കുകയാണ് മനസ്സിലല്ലേ. നിങ്ങളെ കൂടെ കാണാൻ നിങ്ങൾപ്പെട്ട പലരെയും കാണുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒരു എന്താ പറയുക പല ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം
ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ കാണും. ഇല്ലാത്ത കാര്യമില്ല. അങ്ങനെ ഭൂമിയുടെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോഴത്തെ ഏറ്റവും ഡിസ്കസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ പറയുന്നത് പറയുന്നത് ഗുരുശിഷ്യമാണ്. അന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പഠിക്കാത്തതിനും ചെറുതായിട്ട് കൊടുക്കും, കുരുത്തക്കെട് കാണിച്ചാൽ കൂടുതൽ കട്ടിയെടുക്കും. ഒരൊറ്റ വ്യക്തി പരാതിപ്പെടാനോ ഒന്നിനും തരത്തില്ല. കാരണം കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ചിലപ്പോൾ അടിയലബോധത്തിൽ കൂടെ ശക്തിയായി പോവാം. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. ഇന്ന് അധ്യാപകർ ഇന്ന് ഈ സ്കൂളിലെ ഡിസിപ്ലിൻ പോകുന്നതിന് പ്രധാന കാരണം പറഞ്ഞത് എന്നാ അധ്യാപകരുടെ ഞാൻ വിചാരിച്ച് ലാത്തിയെടുത്തിൻ്റെ അവൻ്റെയൊക്കെ മണ്ടയ്ക്ക് അടിക്കണമെന്നുള്ളതായ ചെറിയ കേരളത്തിലെ ഡോക്ടർ ജോൺസൺ എഡ്യൂക്കേഷൻ സ്കൂൾ അദ്ദേഹം പറയുന്നത് തന്നെ റോഡ് ഹാസ് ഇറ്റ്സ് ഓൺ ഇഫക്റ്റ് എന്നാണ്. ദണ്ടിന് അതിൻ്റെതായ ഗുണമുള്ളത്. കമ്പ് ചെറുതായിട്ട് വെച്ചിരുന്ന കുറച്ചൊക്കെ എനിക്ക് കോടതി വരെ നിങ്ങൾ കമ്പെടുത്ത് അറിഞ്ഞോ എന്ന് പറഞ്ഞില്ല. ചെറിയ രീതിയിലൊക്കെ അധ്യാപകർ തെറ്റ് കണ്ടാൽ അവർ ശിക്ഷിക്കുന്നത് തെറ്റില്ല എന്ന് അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ സാറിന്മാർക്കെല്ലാം കുട്ടികളെ ദ്രോഹിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ ശിക്ഷിക്കാൻ പേടിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചെറിയൊരു അനുഭവം എൻ്റെ ഇവിടുത്തെ ഞാൻ ഇവിടുത്തെ അനുഭവം തന്നെ പറയാം. അങ്ങോട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. നിങ്ങളുടെ ഹെഡ് മിസ്ട്രസിനെ അറിയാവുന്നവരല്ലേ? അറിയാവുന്നവരൊക്കെ കൈപൊക്കുകയാണ്. അന്നത്തെ ഹെഡ് മിസ്ട്രസ് ആരാണോ? 10ാം ക്ലാസ്. അറിയാം. അപ്പൊ എല്ലാം പലർക്കും അറിയത്തില്ല. ഞാനൊക്കെ എന്റെ ക്ലാസ് ടീച്ചറെ കുറിച്ച് എനിക്ക് ഇപ്പോഴേ ഗോവിന്ദാസ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച അധ്യാപകനെ നമ്മളെ അത് ക്ലാസ് ടീച്ചർ. മറ്റുള്ളവരെ ചിലപ്പോ ക്ലാസ് ടീച്ചറെ ഒരു കുട്ടികളും മാർക്കല്ല ഏതാരാണെന്ന് എന്റെ വിശ്വാസം. ചില പല കാരണങ്ങളും ഉണ്ടായി ചിലപ്പോൾ ഓർക്കാത്ത മനസ്സിലായില്ലേ? ഇപ്പോ ചന്ദ്രിയ ദേവി ചന്ദ്രിയ ഈ ചന്ദ്രിക ടീച്ചർ എന്ന് പറയുന്നത് എന്റെയും അമ്പിയ സാറിനെയും പഠിപ്പിച്ച ടീച്ചറാണ്. വർക്കല സ്കൂളിൽ വെച്ച്. അങ്ങനെ അവരിവിടെ വന്ന് അവരെ കാണാനുള്ള ഭാഗ്യം അനുഭവം ഉണ്ടായി. കുറച്ച് അവരുടെ കീഴിൽ പഠിപ്പിക്കാനുള്ള അവസരം. അപ്പോ അത് ഈ വന്നതിനായി ഈ ഞങ്ങളുടെ ഒരു കുട്ടിക്കാലം പറയുന്നത് പ്രൈമറി സെക്കൻഡറി ഇങ്ങനെ പോകും. 4ാം ക്ലാസ്സിൽ പഠിച്ച് തീരുമ്പോൾ TC വാങ്ങിച്ച് നമ്മൾ വേറെ സ്കൂളിലോട്ട് പോകും. അപ്പോൾ TC തരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്നത് ആർക്കെങ്കിലും അതിലെന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ അവസ്ഥ പറയുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികളെന്ത് ചെയ്യുന്നത് രക്ഷാകർത്താവായിട്ട് TC വാങ്ങിക്കാൻ TC വാങ്ങിക്കുമ്പോൾ ഒരു നാരകയും ഒരു വെള്ളിപ്പണം മനസ്സിലായല്ലേ? ഇവിടെ വെച്ച് ഈ വെച്ച് TC വാങ്ങിക്കുന്നു. ഇതുകൊണ്ട് ടീച്ചറെ കാല് തൊട്ട് തൊഴുത് വാങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞ ജീവിതത്തിന്റെ ഒരു രീതി ഞാൻ പറഞ്ഞെന്നുള്ളതാണ്. ഞാൻ അപ്പൊ ഇന്നെന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നുണ്ടാകാൻ വിചാരിക്കുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴും കുറച്ച് കുട്ടികളൊക്കെ ഇതായിട്ടിരിക്കല്ലോ. എന്തായാലും മാറ്റം പറഞ്ഞു. 10ാം ക്ലാസ്സിൽ നമുക്ക് ആൺകുട്ടികൾ ഇതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യണമെന്നുകൊണ്ട് എന്നെ ഒരു ആദ്യം ക്ലാസ് ഗുണമൊന്നുമില്ല. നമ്മള് പഠിപ്പിച്ച അധ്യാപകരോട് കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങള് കാല് കഴിയുകയും വേണ്ട, തുടങ്ങുകയും വേണ്ട, ഒന്നും വേണ്ട. നല്ല അധ്യാപകർ മനസ്സിലാക്കുണ്ടായിരുന്നായിരുന്നു. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണെന്നുള്ള നോക്കത്തിൽ നമ്മുടെ ഹൃദയത്തിലായിരുന്നായിരുന്നു. അല്ലാതെ കാരണം ഞാൻ പഠിച്ചൊക്കെ ഒരു പരിവം കഴിഞ്ഞ് ട്രൂപ്പറിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് രാമകൃഷ്ണ സാറിന് അദ്ദേഹമുള്ള കേരളത്തിൽ ഒരുമിച്ച് പഠിക്കും ടീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ അവസരമുണ്ട്. എന്നെ കാണുമ്പോൾ മുണ്ടഴിച്ചു തെറ്റിദ്ധരിക്കുന്നു. വടക്കേ പുള്ളി അങ്ങനത്തെ കാണാം. ഞാൻ ഓരോരുത്തരെ രീതി പറഞ്ഞു. അദ്ദേഹം 4 മണി കഴിയുമ്പോൾ ട്രൂപ്പറിലെ അവിടെ പഠിപ്പിച്ച് നേതൃത്വത്തിൽ ഇങ്ങനെ കാണാം. ഞങ്ങൾ ചെറുപ്പക്കാർ പറയുന്നത് ഞങ്ങൾ ഫാൻസായ
ഇങ്ങനെ ഞങ്ങൾ രാത്രി ചോറ് അടിക്കുന്നത് ദൂരം വരെ വരുന്ന മുണ്ടാളത്തിന് കേട്ടിട്ടുണ്ട്. സാധാരണ ചെയ്തില്ല. നമ്മളത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തു പോകും. അദ്ദേഹത്തിനെ കാണുമ്പോൾ നമ്മളത് ചെയ്തു. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് ഈ വിശിഷ്ട ബന്ധത്തിന്റെ ആ കുടുംബത്തിന്റെ രീതിയിൽ അവിടെ വലിപ്പം ചിലപ്പോഴൊന്നുമില്ല. വലിപ്പം ചിലപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ ഒരാൾ പഠിപ്പിക്കരുത്, നമ്മളെക്കാളും തുച്ഛാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പ് നമുക്ക് നിങ്ങളെ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയാണ് ഈ യോഗ അഭ്യാസം പഠിപ്പിക്കാൻ പറ്റണം. തഹസീൽദാർ സാറിന്റെ മകൻ സാബിലാൻ കൂട്ടം. അപ്പൊ ഞാൻ ഒരു ദിവസം നാട്ടിൽ പോയപ്പോഴേ ഇദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്. ഞാനിങ്ങനെ ഇദ്ദേഹം എല്ലാം ഒരാഴ്ച പഠിപ്പിക്കാൻ നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ പറഞ്ഞ പുരാണത്തിൽ തന്നെ ശിവൻ ഇല്ലേ, ശിവൻ തീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ അടുത്ത് നിന്ന് ഓംകാരം അർത്ഥം പഠിക്കാനായിട്ട് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. ഇത് എത്ര വലിപ്പം ചെറുപ്പമായിരുന്നാൽ തന്നെയും നമ്മളൊരാളുടെ കീഴിൽ അഭ്യസിപ്പിക്കും കഴിയുമ്പോൾ ഒരാളെ പഠിക്കുന്നതായി അച്ഛനായിരുന്നാലും അപ്പൂപ്പനായിരുന്നാലും ചെറുകുട്ടിയിലും ഏതോ ഒരു ക്ലാസ് ഞാൻ പഠിപ്പിച്ചതാണ്. ഇതിലല്ല ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി ആണ് ഏതാണെന്ന് എനിക്ക് അറിയില്ല പഠിപ്പിച്ചത്. അതിനകത്ത് ഒരു കിളവി അതിങ്ങനെ എന്താ പറയുക, ഈ മാസിക ആഴ്ചകളും വരുന്നത് കഥ പറഞ്ഞു. ഈ കുട്ടിയെ പറഞ്ഞു കഥ വന്നത് കാണുന്ന മനോരമ എത്തുന്നതിനും കുറച്ച് കാണുന്ന ഇപ്പോഴത്തെ സീരിയൽ മനസ്സിലായാലും അത് അല്ലേ എന്റെ ഒരു കൂടുതലൊക്കെ വിചാരിച്ചില്ലായിരുന്നു. സന്ദർഭവശാൽ വന്നതാണ് സാറൊന്ന് ആളാണ്. എന്റെ ജോലി വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ കഥ പറഞ്ഞ് പേരെക്കുട്ടി കഥ പറഞ്ഞിട്ട് കഥ പറഞ്ഞ് വരുമ്പോഴേ ഇങ്ങനെ കഥ പറഞ്ഞാൽ അറിയാം എനിക്കും പഠിക്കും. അപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ ഗ്രാൻഡ്മാർ പറഞ്ഞ് പഠിച്ചു. അപ്പൊ പഠിപ്പിക്കാൻ പോകുന്നതിന്റെ ഈ ചെറിയ ദക്ഷിണ ആ കുട്ടിയെ പേരക്കുട്ടിയെ വർണ്ണിച്ചിട്ടാണ് ഞാനിത് അതിൽ അർത്ഥം മനസ്സിലാക്കുന്നത് നമ്മളെ ബുദ്ധി അഭ്യസിക്കുന്നത് അവിടെ വലിപ്പം പോകുന്നില്ല. ആരായിരുന്നാലും പറഞ്ഞു തരുന്ന കുട്ടിയിലെ അതെല്ലാം അവർ പഴയ കാലമായിട്ടാണ്. ആ വെളുപ്പ് അതിൽ നിന്ന് സത്യവും. അതുകൊണ്ട് ഒരു പരിധിപ്പെടെങ്കിലും പോകും. അതുപോലെ തന്നെ കുട്ടികളെ സ്നേഹിക്കുന്ന കാര്യത്തിലും കാരണം ആ ബന്ധം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഭാര്യ ബന്ധം നല്ലോണം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ട് നിന്നു അതില്ലെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അതിനെക്കുറിച്ച് ചെറുതാടിക്കൽ വളരെ കൂടുതൽ പറയുന്നത് കാരണം ഈ പല സ്ഥലത്തും ഇലക്ട്രിച്ചൊക്കെ മുറിഞ്ഞു പോകുന്ന ഏത് സ്ഥലത്തും അതൊക്കെ നമ്മൾ പറയുന്ന അഡ്ജസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു ബേസിക്കിലേക്ക് മാറി പോവുകയായി ഒരു മതം ഇല്ലാതെ. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഒരു ജനതയിലൊക്കെ പെൺകുട്ടിയെ വേണമെന്നുണ്ടെങ്കിൽ എത്തി ഇങ്ങനെ വലിയ പാടുകളാണ് പെൺകുട്ടികൾ. അതിനെങ്കിലും ആ ഒരു ഞാനിത് ഒരു പരപ്രാവശ്യം സർവേ നടത്തിയതിൻ്റെ വെച്ചിട്ടും പറയുന്നതാണ്. കാരണം പലരും കേട്ടാൽ പെൺകുട്ടി പയ്യനെ പെൺകുട്ടി പെൺകുട്ടി ചിലപ്പോൾ പയ്യനെ കിട്ടി ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ പല കാര്യങ്ങളും അനുസരിച്ച് മുമ്പോട്ട് നീങ്ങാൻ നല്ല രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് പോകണം. ഇനിയും നല്ല കൂടി ഇങ്ങനെ കൂട്ടുക. ഞാൻ എന്നെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാച്ചിന്റെ സമ്മേളനം സ്ഥാപിച്ചതായി പറഞ്ഞു. നമ്മൾ അടൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സംസാരിക്കുന്നു.
സ്നേഹിക്കയില്ല ഞാൻ, സ്നേഹിക്കയില്ല ഞാൻ നോമാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കയില്ല ഞാൻ നോമാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. പഴയ സൗഹൃദം ഒതുക്കാൻ വന്നിരിക്കുന്നവരാണ് എല്ലാവരും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഹൃദം ഏതെന്ന് ചോദിച്ചാൽ പഠനകാലത്തെ വിദ്യാഭ്യാസ കാലത്തെ സൗഹൃദങ്ങളായിരിക്കും ഏറ്റവും ആഴമുള്ളത്, ഏറ്റവും ശക്തമായിട്ടുള്ളത്, ഏറ്റവും കാമുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 82 ബാച്ച് അല്ലേ? 82 ബാച്ച് 982. അപ്പോൾ പഴയ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് ഓലക്കെട്ടിടങ്ങളിലും ഓട് കെട്ടിടങ്ങളിലും പഠിച്ച ആ കാലഘട്ടം, ആ സൗഹൃദം വീണ്ടും ഓർമ്മപ്പെടുത്താൻ പുതുക്കുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 82 ബാച്ച് ആദ്യമായിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത് അല്ലേ? ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഒരു ഞെരുപ്പാണ്. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ ഒരുപാട് വരികയാണ്. ആ കൂട്ടായ്മയെല്ലാം നമ്മുടെ സൗഹൃദത്തെയാണ് ശക്തിപ്പെടുത്തുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ സാറ് ഏത് വിഷയം സംസാരിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ ദീർഘമായി പറയുന്നില്ല. യാദർച്ഛികമായ ഒന്നാണ്. രണ്ടുപേരും അന്ന് വരുമ്പോൾ ഞാൻ സ്കൂളിലുണ്ടായിരുന്നു. ഞാൻ PTA പ്രസിഡന്റ് കൂടിയാണ്. അന്ന് സ്കൂളിലുണ്ടായിരുന്നു. പ്രിൻസിപ്പാൾ ഒന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാണെങ്കിൽ കൂടണം, അത് നമുക്ക് സ്കൂളിനും നാടിനൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നുള്ള ഇതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രണ്ടുപേരാണ് പരിചയപ്പെട്ട ധ്യാനിച്ചാണ്. 1985 നമ്മുടെ ആ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിൽ SSLC എഴുതാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അല്ല, 85 40 വർഷം. ഇവര് 82 അതിന് മുന്നേ വലിയ ഉദ്ഘാടന സമയത്താണ്, ഓപ്പൺ ചെയ്ത സമയത്താണ് പരീക്ഷ എഴുതിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ. അപ്പോൾ ഇപ്പോ നിങ്ങൾ അതിനുശേഷം 82 കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പല മേഖലകളിലായിട്ട് പിരിഞ്ഞു പോയവരാണ് അല്ലേ? ഒരുപക്ഷെ പ്രീ ഡിഗ്രിയോ അങ്ങനെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് ഒരു കുറച്ച് പേര് വിദ്യാഭ്യാസ കാലഘട്ടം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ബാക്കി അതിനുശേഷം പല മേഖലകൾ ജീവിതത്തിൻ്റെ പല വൈതന്യങ്ങളിലും പെട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിൽ അല്ല ജീവിതത്തിൽ ഒരു കൈപ്പിടിപ്പിക്കുന്ന ഓട്ടങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ പല മേഖലകളിൽ ചെതറിപ്പോയവരാണ്. ഇപ്പോൾ ഒരുമിച്ച് കൂടുകയാണ്. ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ഒരുമിച്ച് കൂടും വേറൊന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്നുള്ളത് അല്ലേ? ഒരുപാട് സംഘടനകളുണ്ട്, പക്ഷേ ഒരുപാട് പ്രതിസന്ധികൾ, വിഷയങ്ങൾ, പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അത് ഒരുപക്ഷെ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം, നമ്മുടെ മറ്റു മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയം, മക്കളുടെ വിഷയങ്ങളായിരിക്കാം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾക്ക് ഒരു ബലമാണ്. നമ്മുടെ പഴയ കൂട്ടുകാർ, നമ്മോടൊപ്പം ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചവരെ, നമ്മുടെ ബെഞ്ചിൽ ഇരുന്നവരെ, നമ്മുടെ മക്കത്തിരുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ ചേർന്നിരുന്നവരെ ഒക്കെ തന്നെ സൗഹൃദമായി വീണ്ടും കൂട്ടിയോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തന്റേടം എന്ന് പറയപ്പെടുന്നതല്ല അല്ലേ? നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയപ്പെടുന്നതല്ല. അപ്പോൾ ആ രീതിക്ക് തന്നെ ഒരു തന്റേടവും ആത്മവിശ്വാസം ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വരട്ടെ എന്നുള്ള ആശംസ നേരുന്നു. അതോടൊപ്പം തന്നെ
പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടത്തിൽ ചില പ്രയാസങ്ങളൊക്കെ തന്നെ നേരിടുന്നു. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ചില വിഷയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. പഴയകാല ഓർമ്മകൾ വല്ലാതെ തെറ്റി വരും അല്ലേ? ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് പക്വമില്ലാത്ത സമയങ്ങളിൽ, പക്വതയില്ലാത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളും ചില ഓർമ്മപ്പെടുത്തലും ഒക്കെ തന്നെ തെറ്റി വരുമ്പോൾ അത് മറ്റ് വിഷയങ്ങളിലോട്ട് പോകും എന്നുള്ളത് പ്രധാന വിഷയമാണ്. അതിപ്പോ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളിൽ അവിടെ ഇവിടെ ഇങ്ങനെ പൊന്തിച്ചു വരുന്ന ചില വിഷയങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു തലം കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഏജ് കൊണ്ട് ഒരുപക്ഷെ ജീവിതത്തിന്റെ ഒരുപാട് പ്രയാസങ്ങളുടെ പ്രതിസന്ധിയുടെ കടന്നു പോയതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള കരുത്ത്, ജീവിതം കൊണ്ട് നാം നേടിയെടുത്ത കരുത്ത് അത്തരത്തിലുള്ള വിഷയത്തിലൊന്നും പോകില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്നു. ആരൊക്കെ തന്നെ നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ചങ്ങാതിത്വം, നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയണം എന്നുള്ളതാണ് അല്ലേ? ആദ്യ മഹാകവിയായിട്ടുള്ള വാൽമീകി എഴുതിയതും അവിടെ നിന്നാണ്, സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ള വരികളാണ് ഞാൻ സൂചിപ്പിക്കപ്പെട്ടത് അല്ലേ? അവിടെ നിന്നാണ് ആദ്യ മഹാകാവ്യത്തിലടക്കം സ്നേഹത്തിന്റെ ആഴങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറയപ്പെടുന്നു. ആ സ്നേഹത്തെ ഇല്ലാതാക്കുന്നതിൽ വന്നിട്ടുള്ള പ്രതികരണം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വരികൾ എന്ന് പറയപ്പെടുന്നത്. ആ വരികളുടെ അവസാനം ഒരുപാട് വിഷയങ്ങളിലോട്ട്, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലോട്ടും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സൗഹൃദങ്ങളെ, ചങ്ങാതിയെ, ഇണയെ തകർക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വലിയ പ്രതികരണങ്ങൾ അതിനകത്ത് പറയുന്നത്. ആദ്യ മഹാകാവ്യത്തിലും സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ സന്ദേശം തന്നെയാണ് വാൽമീകി അതിനകത്ത് വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഇങ്ങനെ ആദ്യ വരികളിലൂടെ കൂടിയത് അല്ലേ? സ്നേഹിക്കില്ല ആത്മാവിനെ എന്ന് പറയപ്പെടുന്ന ആ വരിയിലൂടെ ഇന്നും മുന്നോട്ട് പോവുകയാണ്. ഒന്ന കൊമ്പത്ത് വന്നിരുന്ന ഒരു ചോദിച്ചു കൂട്ടിനിളങ്ങിളി ചങ്ങാലി പൈകിളി കൂടും വിട്ടിങ്ങോട്ട് പോരാമോ. അങ്ങനെ ആ സൗഹൃദത്തെ അങ്ങ് വിശത്ത് തളർന്ന കാട്ടാളൻ വേട്ടയാടി ആ ഇണയെ അല്ലെങ്കിൽ ആ സൗഹൃദത്തെ ഇല്ലാതാക്കുമ്പോൾ ഉടലെടുക്കുന്ന പ്രതിഷേധം തന്നെയാണ് ആ സൗഹൃദത്തിനെ ഇല്ലാതാക്കുന്ന പ്രതിഷേധമായി കവി ഉയർത്തുന്നത്. എന്നുള്ള പ്രതിഷേധം നമ്മളെ തകർക്കുന്ന, നമ്മളെ ഇല്ലാതാക്കുന്ന സൗഹൃദങ്ങളെ തടയിടാൻ വേണ്ടി നമുക്ക് കഴിയും. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളായിട്ട് നമുക്ക് മാറണം. സൗഹൃദങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. സൗഹൃദങ്ങൾ ആണ് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയപ്പെടുന്നത് സൗഹൃദം തന്നെയാണ് അല്ലേ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയപ്പെടുന്ന ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ നമ്മുടെ ചങ്ങാതിമാര് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ കൂടെ പഠിച്ചവരാണ്. നമ്മളോട് ചേർന്ന് നിന്ന് ചെറുതിലെ തന്നെ മറ്റൊരു തരത്തിലും ഇല്ലാത്ത തരത്തിൽ ഉള്ള ആത്മബന്ധം എന്ന് പറയപ്പെടുന്ന പഠനകാലത്തെ ബന്ധമാണെന്നുള്ളത്. ആ സൗഹൃദം എന്നും നിലനിൽക്കും അല്ലേ? നമുക്ക് അതിനുശേഷം ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് കാണുമ്പോൾ പഴയകാല ഓർമ്മകളെല്ലാം ഇങ്ങനെ വരികയാണ് നമ്മുടെ മുന്നിലല്ലേ? അന്ന് അമ്മമ്മയായിട്ട് വന്നിരിക്കുന്ന, അപ്പൂപ്പനായിട്ട് വന്നിരിക്കുന്ന ആളുകളടക്കം പഴയ കുട്ടിക്കാലത്ത് ഓടി നടന്നതും കളിച്ചതും ചിരിച്ചതും പഠിച്ചതും പിണങ്ങിയതുമായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു വല്ലാത്ത അനുഭൂതി നിങ്ങൾക്കുണ്ടാവില്ല. എനിക്ക് കഴിഞ്ഞകാല സൗഹൃദങ്ങളെ അതിനും ആത്മാർത്ഥമായി ദൃഢതയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നീലമുളം കാടുലഞ്ഞേ നീരന്നല്ലോ കൈതോന കൈമുടങ്ങി തിരിച്ചല്ലോ
ഹരിനാഗ കണ്ണെറിഞ്ഞ് നീ വിളിച്ചല്ലോ കുടക്കോടി ഓർമ്മകളിൽ നീറി നിൽപ്പതാരുടെ മണ്ണമോ നെഞ്ചുരുകും തീ കെടുത്ത ഇതു കണ്ണീരു ഓർമ്മകളിൽ നീറി നിൽപ്പതാരുടെ മണ്ണമോ നെഞ്ചുരുകും തീ കെടുത്ത ഇതു കണ്ണീരു നിങ്ങളുടെ നെഞ്ചിലെ തീയെ കെടുത്താനായിട്ട് നിങ്ങളുടെ സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ. സൗഹൃദമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അതൊരിക്കലും തകരാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തലിലൂടെ ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും പരിചയപ്പെടുത്താൻ സമയം